ചേട്ടൻ വന്നച്ചാ. മക്കളെ നീ വന്നോടാ. അച്ഛാ ഞാൻ വന്നച്ചാ. ചേട്ടാ എന്നോട്ട് വിശേഷമൊക്കെ? ഫുൾ ടൈം എടുത്തോ, അതല്ലാതെ എന്നെ വിശേഷമാടി. മോനെ നിനക്ക് എന്താടാ തിരിച്ചു പോകണ്ടേ? എനിക്ക് നാളെ തിരിച്ചു പോകണം വെച്ചാ. പിന്നെ അച്ഛൻ 2 മാസമായിട്ട് പൈസ ഒന്നും അയച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ കുറച്ച് കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. മോനെ നിനക്ക് ഈ വീട്ടിലെ അവസ്ഥ അറിയാത്തോണ്ടാ കടം കയറിയാ ഞാൻ നിൽക്കുന്നത്. അതിനെ പറ്റി അച്ഛാ ഞാൻ പോയപ്പോ ഇത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അതിനെപ്പറ്റി കൂടുതലൊന്നും പറയണ്ട. നിനക്ക് നല്ല ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ അച്ഛാ എനിക്ക് ഒരു പ്ലേറ്റ്. നിനക്ക് ഞാനടുത്ത് തരത്തുമില്ല, നീ ആയിട്ടൊരു ബന്ധവുമില്ല. കെട്ടിച്ചുവിട്ട് ഞാൻ ബാധ്യത തീരുമല്ലോ. പെമ്മക്കളെ ഒരിക്കലും ഒരു ബാധ്യതയായിട്ട് കാണരുത് വെച്ചാൽ. അവൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അവളെ ഇവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞിട്ട് കെട്ടിച്ചുവിട്ടാൽ മതി. അങ്ങനെ ഇപ്പൊ അവളെ ചെലവ് നോക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. മോള് വിഷമിക്കൊന്നും വേണ്ട, ചേട്ടൻ ഒരു ജോലി കിട്ടണേ, മോളുടെ ചെലവ് ഞാൻ നോക്കിക്കോളാം. അച്ഛാ വെറുതെ എന്തിനാ അവളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്കറിയത്തില്ല, നിന്നെ പഠിപ്പിക്കാൻ പോലും എനിക്ക് ഇത്രയും കടം ഉണ്ടാക്കി വെക്കേണ്ടി വന്നിട്ടില്ല. അച്ഛാ അവളുടെ ഈ ചെറിയ ചെലവിന് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയാതെ. വീടിന്റെ ആധാരം പണയം വെച്ചിട്ട് ഞാനിപ്പോ അവൾക്ക് ചെലവിന് കൊടുക്കുന്നു. അച്ഛാ അവളെ ഒരു ഇച്ചിരി അല്ലേ കഴിക്കുന്നുള്ളൂ, ഞാൻ അത് കാണുന്നല്ലേ. ഇച്ചിരിയോ? അതൊക്കെ നീ ഹോസ്റ്റലിൽ പോകുന്നതിന് മുന്നേ. ഇപ്പൊ അവള് കഴിക്കുന്നതിന്റെ ലിസ്റ്റ് അറിയണമെങ്കിലേ നീ ആ അടുക്കളയുടെ സൈഡിൽ ഒന്ന് ചെവി ഓർത്ത് നിൽക്ക്, അപ്പൊ അറിയാം അവള് കഴിക്കുന്ന എന്നാന്ന്. അച്ഛൻ എന്നേലും പറയട്ടെ, ഞാനൊന്ന് നോക്കിയേക്കാം അവൾ എന്നെ കഴിക്കാൻ. എന്നാലും ബ്രേക്ക്ഫാസ്റ്റിന് 6 ഗോതമ്പ് റൊട്ടിയും താറാമുട്ടക്കറിയും മീൻ വറുത്തതും കഴിച്ചു. പിന്നെ 6 ക്രീം ഫഡ്ജും കഴിച്ചായിരുന്നു. 11 മണിക്ക് പോപ്കോണും മിൽമായുടെ ബട്ടർ സ്കോച്ച് ബദാം ഇതിന്റെ ഇവള് ആരെയോ